ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ സ്റ്റഡി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഞാൻ +2-ലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് തൊട്ട് എൻ്റെ സ്റ്റഡി വ്ളോഗ്സ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. കാരണം സ്കൂൾസൊക്കെ തുടങ്ങി ഇപ്പോഴാണ് പതുക്കെ ആക്റ്റീവായിട്ടൊരു പഠിപ്പീരൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ സ്റ്റഡി വ്ളോഗ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പഠിക്കാൻ സ്കൂൾ വിട്ട് വന്നിട്ട് ജസ്റ്റ് ഫ്രഷായി സ്നാക്സൊക്കെ കഴിച്ചിട്ട് ഞാൻ എൻ്റെ 8 മണി സത്യം പറഞ്ഞാൽ ഇന്ന് പഠിക്കാൻ അപ്പോൾ വന്നു കഴിഞ്ഞ് ഫസ്റ്റ് ഞാൻ എന്നും ചെയ്യുന്ന അവിടെ എന്തെങ്കിലുമൊക്കെ ഡിസോർഡറായിട്ട് കിടക്കും, നിരന്ന് കിടക്കും. അപ്പോൾ ഫസ്റ്റ് ഞാനതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് അവിടെ എല്ലാം ഒന്ന് റെഡിയാക്കി. ശേഷം എൻ്റെ ബാഗിൽ നിന്ന് ഞാൻ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം എടുത്തു. അപ്പോൾ എല്ലാം ഒന്നെടുത്ത് ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും. പൊതുവേ ഞാൻ എൻ്റെ റഫ് ബുക്കിൽ ആദ്യം ഒരു ടൈം ടേബിൾ ഉണ്ടാക്കും. കാരണം എനിക്കിന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, എന്തെങ്കിലും അസൈൻമെൻ്റ് ഉണ്ടോ, എക്സാം ഉണ്ടോ, അതൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ ഇന്നലെ വലിയൊരു ഹോംവർക്കുകൾ അല്ലെങ്കിൽ വർക്കുകളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തില്ല, ഞാനൊന്നും പ്രത്യേകിച്ച് എഴുതിയിട്ടില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് അങ്ങ് പഠിക്കുക മാത്രമായിരുന്നു ചെയ്തത്. അതൊന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് ഓരോരോ വിഷയം എടുക്കാൻ തുടങ്ങി. ആദ്യം ഞാൻ ബയോളജി ആയിരുന്നു എടുത്തത്. ബയോളജിയിൽ ഇന്നലെ ഞങ്ങൾക്ക് ബോട്ടണി ടീച്ചറെ പഠിപ്പിക്കാൻ തുടങ്ങിയായിരുന്നു നല്ല രീതിയിൽ. അപ്പോൾ നോട്ടും കുറച്ച് ടീച്ചർ തന്നു. പക്ഷേ ഞാൻ നോട്ട്ബുക്കും ഉണ്ടാകത്തോണ്ട് തന്നെ എനിക്ക് റഫ് ബുക്കിലായിരുന്നു ഞാൻ എഴുതിയത്. അപ്പോൾ വീട്ടിൽ വന്ന് എനിക്കത് പകർത്തി എഴുതാനും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ടെക്സ്റ്റ് പഠിപ്പിച്ചത്രയൊന്ന് വായിച്ചെടുക്കണമെന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമുക്കറിയാമല്ലോ, +2 ആയാലും 10th ആയാലും എക്സാംസൊക്കെ ഭയങ്കര ടഫായിട്ട് വരിക. അപ്പോൾ കൂടുതലും NCERT ബേസ്ഡ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ്. പ്രത്യേകിച്ച് ഫിസിക്സും മാത്സും കെമിസ്ട്രിയും ഒക്കെ നല്ല ടഫായിട്ട് വരുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ ബയോളജി ആയാലും നമുക്ക് ടെക്സ്റ്റ് വായിക്കാമെന്ന് നേരത്തെ തൊട്ട് ടീച്ചേഴ്സ് എല്ലാം എല്ലാ വിഷയത്തിൻ്റെയും ടെക്സ്റ്റ് വായിക്കാമെന്ന് പറയല്ലോ. എന്നാലും ബയോളജിയൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ +1-ൽ അങ്ങനെ എനിക്ക് ടെക്സ്റ്റ് വായിച്ച് ഞാനങ്ങനെ പോയിട്ടില്ല. ടീച്ചേഴ്സ് നോട്ട് തരും, അത് പഠിക്കും, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും സോഴ്സ് അങ്ങനെയുള്ളൂ. പക്ഷേ ഇത്തവണ തൊട്ടിപ്പം പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴേ ടെക്സ്റ്റ് തുറന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്ത് പോകുന്നതുകൊണ്ട് ടെക്സ്റ്റിൽ വെച്ചിട്ട് വീട്ടിൽ വന്നാലും ടെക്സ്റ്റ് ഉപയോഗിച്ചാണ് പഠിക്കുന്നത്. വേറൊന്നും മറ്റൊരു റിസോഴ്സോ ലേബറിൻ്റെയോ നോട്ട്സോ ഒന്നും നോക്കുന്നില്ല. നോട്ട്സ് ടീച്ചർ തരുമായിരിക്കും. ഞങ്ങൾക്ക് ചിലപ്പോഴേ തരത്തുള്ളതെന്നാണ് പറഞ്ഞത്. കാരണം എല്ലാ ടൈം കൂടി ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ സ്കൂളിൽ വെച്ച് തന്നെ മാർക്ക് ചെയ്ത് ഞാൻ കണ്ട ടെക്സ്റ്റിൻ്റെ സൈഡിൽ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് അതെല്ലാം ഒന്ന് വീണ്ടും റിവൈസ് ചെയ്തു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഞാൻ എൻ്റെ കയ്യിലുള്ള മാർക്കറൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ പെൻസൊക്കെ വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ലാസ്റ്റ് ഒരു നിമിഷം നമുക്ക് ഇത് റിവൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നോട്ട് എഴുതാൻ തുടങ്ങി. ബോട്ടണിയുടെ നോട്ട് എഴുതാൻ തുടങ്ങി. ആദ്യം ചാപ്റ്ററിൻ്റെ പേരെഴുതി, പിന്നെ ജസ്റ്റ് നോട്ട് എഴുതാൻ തുടങ്ങി. പിന്നെ സുവോളജി പഠിക്കാൻ തുടങ്ങി. സുവോളജിയും അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും ഈ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളൊന്ന് വായിച്ച് നല്ലതായിട്ട് റിവൈസ് ചെയ്തു, കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് പഠിക്കാൻ തുടങ്ങി. ഫിസിക്സ് ടീച്ചർ ചാപ്റ്റർ നേരത്തെ തുടങ്ങിയാൽ ഇന്നലെയാണ് നല്ല രീതിയിൽ പ്രോബ്ലംസൊക്കെ ചെയ്യാൻ തുടങ്ങിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ആ പ്രോബ്ലംസ് എല്ലാം വീണ്ടും ഞാനൊന്ന് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കി. അതോടൊപ്പം ആ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കി. പിന്നെ അമ്മ എനിക്ക് കോപ്പി കൊണ്ടുവന്ന് തന്നായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ രാത്രിയിലൊരു 10:30 ആയിരിക്കും ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ അത്രയും നേരത്തേക്ക് ഒരു കാപ്പി കൊണ്ടു തന്നു. അപ്പോൾ അതൊക്കെ ഓരോ സിപ്പ് കുടിച്ച് ഫിസിക്സ് കൂടെ പഠിച്ചുകൊണ്ട് ഞാനിരുന്നു. അപ്പോൾ ഇന്നലെ അങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞാൽ വലിയ ഹോംവർക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് അങ്ങ് കിടന്നായിരുന്നു. പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റു. രാവിലെ അലാറമൊക്കെ വെച്ചിട്ട് ഞാൻ ഇച്ചിരി താമസിച്ചു. 5:30 കഴിഞ്ഞു, 6 മണിയൊക്കെ ആവാറായപ്പോഴാണ് എഴുന്നേറ്റ്. അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് ക്വിക്കായിട്ടെല്ലാം ഒന്ന് റിവൈസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ബാഗെല്ലാം ഒന്ന് സെറ്റ് ചെയ്തു. ചില സമയത്ത് ഞാൻ ബാഗ് രാത്രിയിലേ സെറ്റ് ചെയ്യാറുണ്ട്. കാരണം രാവിലെ ബസ്സിനായിട്ട് ഓടുമ്പോൾ ഇതിലേക്ക് ബാഗൊന്നും ചില സമയത്ത് നമുക്ക് വൃത്തിക്കൊന്നും സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ ചിലപ്പോൾ എടുക്കും. പക്ഷേ ഇതിപ്പോൾ എനിക്ക് ഇന്നലെ ഞാൻ രാത്രി അങ്ങ് നേരത്തെ കിടന്നു. എനിക്ക് നല്ല രീതിയിൽ ഉറക്കം വന്ന് ഞാൻ നേരത്തെ കിടന്നായിരുന്നു. പിന്നെ രാവിലെ എഴുന്നേറ്റ് ബാഗെല്ലാം സെറ്റ് ചെയ്ത് നേരെ സ്കൂളിലേക്ക് പോയി. അപ്പോൾ അടുത്ത സ്റ്റഡി വ്ളോഗിൽ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.